ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. കരിസ്മാറ്റിക് നവീകരണത്തിന് ഒരു നവീകരണം വേണം. ഇത് പറഞ്ഞത് 1988 മുതൽ 90 വരെ കേരളത്തിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ജോർജ് കളത്തിൽ CMI അച്ഛനാണ്. ദൈവത്തിൻ്റെ സ്വരം കേട്ട് കാലഘട്ടത്തിൻ്റെ സ്വരം മനസ്സിലാക്കി 2 കൊല്ലക്കാലം കേരളത്തിലെ നവീകരണ പ്രവർത്തനങ്ങളെ ദിശ തെറ്റാതെ ദൈവോന്മുഖമായി നയിച്ച ബഹുമാനപ്പെട്ട ജോർജ് കളത്തിലച്ഛൻ. അച്ഛനെ ദൈവം നയിച്ച വഴികൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് അച്ഛനോടൊപ്പം അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം അച്ഛനെ നടത്തിയ നവീകരണത്തെ നടത്തിയ വഴികളിലൂടെ സഞ്ചരിക്കാം. ദൈവരാജ്യ വയലിൽ വേല ചെയ്യുന്ന വേലക്കാരെയെല്ലാം പുതിയ താഴ്വാരങ്ങൾ തേടിപ്പോകാനും അവിടെയുള്ള വയലുകൾ കാണിച്ചു നൽകുവാനും ദീപം തെളിച്ച് നയിച്ച ഇടയൻ. ഇത് ഫാദർ ജോർജ് കളത്തിൽ CMI. 1988 മുതൽ 90 വരെ KSTയുടെ തണലായിരുന്ന വൈദികൻ. നവീകരണ സമൂഹം പുലർത്തേണ്ട ശുശ്രൂഷാ ഗൗരവം എത്രയോ മഹത്തരമെന്ന് നമ്മെ ആഴത്തിൽ പഠിപ്പിച്ച ഇടയൻ. വ്യക്തിജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് ദൈവരാജ്യവേലയുടെ അടിസ്ഥാനമെന്ന് ഇന്നും വളരെ ശാഠ്യത്തോടെ നമുക്ക് പറഞ്ഞു തരുന്ന അഭിഷിക്തൻ. നവീകരണം നെഞ്ചിൽ ഒരു കനലായ കാലം മുതൽ ഇന്നോളം തന്നെ വഴി നടത്തുന്ന ആത്മാവിൻ്റെ ചൂടിനെക്കുറിച്ച് കളത്തിലച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നു. അച്ഛാ, ഈ മോസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ അച്ഛൻ്റെ വളരെ ആഴത്തിലുള്ള വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളും അതുപോലെ അച്ഛൻ്റെ പ്രാർത്ഥനാനുഭവങ്ങളൊക്കെയാണ് അച്ഛൻ ഞങ്ങളോട് പങ്കുവച്ചത്. തീർച്ചയായും അത് വളരെ പ്രയോജനപ്രദമായിരുന്നു അച്ഛൻ്റെ പങ്കുവയ്ക്കലുകൾ. ഈ എപ്പിസോഡിൽ നമ്മൾ പ്രത്യേകിച്ച് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ജൂബിലിയിലേക്ക് നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ മുൻ ചെയർമാൻ എന്ന വണ്ണം അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തിന് നൽകാനുള്ള അച്ഛൻ്റെ ചില വ്യക്തിപരമായ നിർദ്ദേശങ്ങൾ കൂടി ഞങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒപ്പം അച്ഛൻ്റെ കുറേ കൂടി ആഴത്തിലുള്ള ജീവിതാനുഭവങ്ങളും എല്ലാ ശാലോം പ്രേക്ഷകർക്കും വേണ്ടി അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, ഈ നവീകരണം സഭയിൽ ആരംഭിച്ചിട്ട് 50 കൊല്ലം ആകുന്നു. 2017 ശരിക്കും നവീകരണം ജൂബിലിയിലേക്ക് നീങ്ങുകയാണ്. അച്ഛൻ ഏതാണ്ട് നവീകരണത്തിൻ്റെ കേരളത്തിലെ ഏതാണ്ട് തുടക്കകാലം മുതൽ കരിസ്മാറ്റിക് നവീകരണത്തിനോടൊപ്പം യാത്ര ചെയ്ത ഒരാളാണ് അച്ഛൻ. ഇന്ന് അച്ഛൻ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തെ ഇന്നും അച്ഛൻ അടുത്തറിയുന്നയാളാണ്. അച്ഛൻ അങ്ങനെ വലിയ നേതൃത്വത്തിൽ ഒന്നും അല്ലെങ്കിലും കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് വരെ അച്ഛൻ കോഴിക്കോട് സോണിലും നേതൃത്വത്തിലുണ്ടായിരുന്നു. അച്ഛൻ എന്ത് തോന്നുന്നു? കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ഈ കഴിഞ്ഞ കേരളത്തിലാണെങ്കിൽ 40 കൊല്ലം എത്രത്തോളം ഫലപ്രദമായി ചെയ്തു? കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് ആ തലത്തിൽ നവീകരണം എന്താണ് കേരളത്തിന് സമ്മാനിച്ചത്? നവീകരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നവീകരണത്തിനൊരു നവീകരണം കൂടി ഇനി ആവശ്യമുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരൊക്കെ ആയിരിക്കാം, പക്ഷേ ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ധാർമ്മിക നിയമങ്ങൾ ലംഘിച്ചാണ് ജീവിക്കുന്നത്. അത് പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല ആളുകൾ. ഇപ്പം കള്ളം പറയരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി കള്ളം ധ്യാനത്തിനിടയ്ക്ക് പറയുന്നുണ്ട്. ധ്യാനത്തിനിടയ്ക്ക് പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാക്ഷ്യം പറയുന്ന പോലെ കള്ളസാക്ഷിയായിട്ട് മാറിപ്പോകുന്ന ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങൾ? ചില ഇല്ലാത്ത കൊടുത്ത് ചേർക്കുകയെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. കാരണം ധാർമ്മിക അതിശയോക്തി കൂടി പോകുന്നു. ചിലപ്പോൾ ഇച്ചിരിയൊക്കെ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്കതൊരു മനസ്സിലായില്ലേ? ഒത്തിരി കൂടിപ്പോകുന്ന മാത്രമല്ല, നമ്മുടെ ധാർമ്മിക ലെവലിൽ ഒത്തിരി അസ്വസ്ഥത ഉണ്ട്. അതേ പ്രശ്നം മുഴുവൻ കിടക്കും. കൽപ്പനകൾ പാലിക്കുന്നില്ല.
പ്രാർത്ഥന മാത്രം പോരാ. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ ഇഷ്ടം നിറവേറ്റണം, എൻ്റെ കൽപ്പന പാലിക്കണം. നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ ഈ നവീകരണത്തിൽ പറഞ്ഞ ചിലരെയെങ്കിലും എനിക്കറിയാം, അവരുടെ ജീവിതത്തിൽ ഒത്തിരി കള്ളത്തരം കാണിക്കുന്നുണ്ട്, പറ്റിക്കുന്നുണ്ട്. ചെയ്യാൻ പാടില്ല ഒരിക്കലും. സത്യം വിട്ട് ഒരിക്കലും പറയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. അതിവിടെ കുറവുണ്ട് ഇപ്പോൾ ഒത്തിരി. പല കാര്യങ്ങൾ നേടാൻ വേണ്ടി ചിലപ്പോൾ ഇവരുടെ ഭൗതിക നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പിന്നെ സെൻറ്റർ നന്നാകാൻ വേണ്ടി ചിലപ്പോൾ ചില കള്ളത്തരങ്ങളൊക്കെ പറയും. ചെയ്യാൻ പാടില്ലത്. അത് നമ്മൾ മാറ്റണമെന്ന് ഞാൻ പറയുന്നു. സത്യം പറയാവുള്ളൂ. ഒരു ഉദാഹരണം നമ്മുടെ കൺവെൻഷന് ഒരു 4-5 ലക്ഷം രൂപ ചിലവെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കിട്ടിയാലും ഇനിയും വേണമെന്ന് പറയും. ശരിയല്ല അത്. ഇപ്പോൾ 5 ലക്ഷം രൂപ കിട്ടി, ഇനി 2 ലക്ഷം കൂടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും അല്ല. ഇതുപോലെ ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മാറണം. പൂർണ്ണമായിട്ട് സത്യത്തിലൂടെ നിൽക്കണം. നഷ്ടം വന്നോട്ടെ. അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. നബിയായിട്ട് പറയാൻ ഞാൻ പറഞ്ഞത് കൽപ്പനകൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്നുണ്ടാവാം, ഉറക്കെ സ്തുതിക്കുന്നുണ്ടാവാം, പക്ഷെ അത് പോരാ. നമുക്കൊത്തിരി വാക്ക് ഇങ്ങനെ ഒത്തിരി പറയാൻ പറ്റും, പക്ഷെ ചെയ്ത് കാണിക്കണ്ടേ. വിശുദ്ധി എന്ന് പറയാൻ നമ്മൾ മറന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പരിശുദ്ധനായിരിക്കുന്നു, നിങ്ങളും പരിശുദ്ധരായിരിക്കുന്നു ഈശോ പിതാവ് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. പക്ഷേ ഇതിനിടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചു, അതായത് ഈ കരിസ്മാറ്റിക് നവീകരണമാണ് സത്യത്തിൽ ഈ വിശുദ്ധിയെ ഇത്രയും പോപ്പുലറാക്കിയത്. ഒരുപക്ഷെ നവീകരണമൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യകാലങ്ങളിൽ നമ്മുടെ കുറച്ച് കാരണന്മാർക്കൊക്കെ വിശുദ്ധ ജീവിതം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നെങ്കിലും സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് വിശുദ്ധിയെക്കുറിച്ചുള്ളൊരു ചിന്ത കൊണ്ടുവന്നത് ശരിക്കും കരിസ്മാറ്റിക് നവീകരണമാണ്. അതുകൊണ്ട് തന്നെ ആരംഭ കാലഘട്ടങ്ങളിൽ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വരുന്ന ആളുകൾ മുറുകെ പിടിക്കുന്നത് വിശുദ്ധിക്കായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് അതിൽ നിന്നും പുറകോട്ട് പോയി എന്ന് പറഞ്ഞാൽ കപടഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞു നമ്മൾ. അതീ പോയിൻ്റ്. ഈശോ ഏറ്റവും കൂടുതൽ ശപിച്ച ഒരു തിന്മയാണ്. വ്യഭിചാരമൊന്നുമല്ല ദൈവം ശപിച്ചത്, കപടഭക്തിയാണ്. നമ്മളത് മനസ്സിലാക്കണം. ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു. ആത്മാർത്ഥ വിശുദ്ധി ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞപ്പോഴേ എന്ത് സംഭവിച്ചു? കപടഭക്തി വന്ന് നമ്മൾ ബാഹ്യമായ രീതിയിൽ ഭക്തിയുണ്ട്, ആന്തരികമായി ഒന്നുമില്ല. അത് വലിയ തിന്മയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരും കണ്ടില്ല, പ്രാർത്ഥനയില്ല. അപ്പോൾ അത് മാറ്റണമെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വിശുദ്ധിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് വിശുദ്ധിക്ക് പരിശ്രമിക്കണം. അല്ലെങ്കിൽ അർത്ഥമില്ല അതിനകത്ത്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നത്, ഈ ഭക്തി വർദ്ധിക്കുമ്പോൾ നമ്മൾ ഈ വിശുദ്ധി നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അറിയാതെ പോവില്ലേ എന്ന് പറഞ്ഞാൽ, ഈ ബാഹ്യഭക്തി കൊണ്ട് അങ്ങ് തൃപ്തിപ്പെടുകയും ഈ അകത്തെ ആരും കാണില്ലാത്ത തലങ്ങളിലെ വിശുദ്ധി നഷ്ടപ്പെടുന്നതിനെ അത്ര ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലം ഉണ്ട്. അവിടെ എന്തായിരിക്കും നമുക്കൊരു അതായത് ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനെന്ന രീതിയിൽ ഭക്തി കൊണ്ട് അങ്ങ് തൃപ്തിപ്പെടാൻ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു. ആത്മീയ നിയമനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം എന്നെപ്പറ്റി ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നില്ലാത്തതുകൊണ്ടാണത്. ഞാൻ കുറേ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാൻ വിശ്വനാഥ് നമ്മൾ വിചാരിക്കാറുണ്ട്. അർത്ഥമില്ലാത്ത കാര്യമാണത്. മനസ്സിലായില്ലേ? ഉദാഹരണമായിട്ട് చెప్పാൽ പല വീടുകളിലും പ്രാർത്ഥന ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഭാര്യ-ഭർത്തൃ ബന്ധം എങ്ങനെയാണ്, പിള്ളേരോട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഞാനൊരു വീട്ടിൽ ചെന്നൊരിക്കലേ, വീട്ടിൽ ചെന്നപ്പോഴേക്ക് ആ 6 പിള്ളേരുണ്ട് അവിടെ. ഒരു കൊച്ചാണ്. അവരെന്നോട് പറഞ്ഞ പരാതി ഇതാണ്: അച്ഛാ, ഈ അപ്പൻ്റെ പ്രാർത്ഥന നിർത്തി തരണമെന്ന്. കാരണം ഈ മനുഷ്യൻ മുട്ടുകുത്തി നിന്ന് കൈവിരിച്ച പ്രാർത്ഥിക്കുന്നത്. ഈ കൊച്ചു പിള്ളേർ മുട്ടുകുത്തി നിന്ന് കൈവിരിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുതേ. പിള്ളേരെ ഇരുന്ന് വരും, ചിലപ്പോൾ അങ്ങോട്ട് ഇവിടെ നോക്കിയെന്നൊക്കെ വരും, അവർ തല്ലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായി സ്നേഹമില്ല. അത് കൽപ്പന പാലിക്കുന്നില്ലല്ലോ. കുട്ടികൾക്ക് ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ച് അവരെ നമ്മൾ പഠിപ്പിക്കണം. അവരവർ ഇത് പ്രാർത്ഥിക്കട്ടെ. നമ്മളിവിടെ അങ്ങനെ ചെയ്തു പോകും. മനസ്സിലായില്ലേ? വേറെ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയും ഭർത്താവിൻ്റെ പിള്ളേരുണ്ട് അവിടെ. ഈ ഭർത്താവ് വലിയ ധ്യാനഗുരുവൊക്കെയാണ്. അപ്പോൾ ഭാര്യ എന്നോട്, അപ്പോൾ ഞാൻ ഭാര്യയുടെ ഈ സാരി ബ്ലൗസും കണ്ട് തീരെ വൃത്തിയായിട്ട്, സാമ്പത്തികമുള്ളവരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും വൃത്തിയായിട്ടാണ് നടക്കുന്നത് ചോദിച്ചു. അവൻ പറഞ്ഞു, അച്ഛാ വേറെ വാങ്ങിച്ച് തരികയില്ല, സിമ്പിൾ ലൈഫ് നയിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പള്ളിയിൽ പോകാറില്ല, ഇതിട്ട് പോകാൻ വിഷമാണ്. പിള്ളേർ ഇട്ടോട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഈ കാക്ക് ഉടുപ്പിട്ടുണ്ടാവും, അന്ന് സ്കൂൾ ഡ്രസ്സ് വന്നിട്ടില്ല, കാക്ക് ഉടുപ്പിട്ടുണ്ട് ഞങ്ങൾ, എല്ലാവരും പോലീസ് വിളിക്കുക, അല്ലെങ്കിൽ പോസ്റ്റ്മാൻ എന്ന് വിളിച്ച് കളിയാക്കുമെന്ന് പറഞ്ഞു.
പുള്ളി പറഞ്ഞു അത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിരിക്കും. സിമ്പിൾ ലൈഫ്. സിമ്പിൾ ലൈഫ്, അത് സിമ്പിൾ ലൈഫ് അല്ല. ഇയാൾ സിമ്പിളായിട്ട് ചോദിച്ചോട്ടെ, ഈ പിള്ളേർ അങ്ങനെ ഗുണം പറഞ്ഞാൽ പറ്റുമോ? അപ്പം ഇതൊക്കെ ഞാൻ വിചാരിച്ചത് അബദ്ധമാണ്. അപ്പം ഞാൻ അയാളോട് തന്നെ പറഞ്ഞു, ഇതല്ല പുണ്യം, നിങ്ങൾ വേണം അങ്ങനെ ജീവിച്ചോ, പക്ഷെ ഭാര്യയുടെ ഒരു 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 സ്റ്റാൻഡേർഡില്ലേ, അങ്ങനെ ജീവിക്കണ്ടേ. പള്ളിയിൽ പോകുമ്പോൾ ഇല്ലെങ്കിൽ ആൾ കളിയാക്കുക, പള്ളിയിൽ പോകുന്നില്ലത്. പിള്ളേർക്കാണെങ്കിൽ എല്ലാവരും കളിയാക്കി, അവർ പള്ളിയിൽ സ്കൂളിൽ പോകാൻ മടിയാണ് അവർക്ക്. അതൊക്കെ തിരുത്തണമെന്ന് ഞാൻ പറയുന്നത്. കാരണം സ്നേഹത്തിൽ അധിഷ്ഠിതമായ മറ്റുള്ളവരെ വിലമതിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കേണ്ടത്. അല്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല. അച്ഛൻ ഈ പറഞ്ഞ സമയത്താണ്, അതായത് കരിസ്മാറ്റിക് നവീകരണം വളർന്ന് വലിയ പ്രസ്ഥാനമായി മാറുന്നു. അപ്പോൾ അതായത് ഇതൊരു സ്ഥാപനമാകുന്നു. ഇപ്പോൾ നവീകരണത്തിലെ ഗ്രൂപ്പുകൾ അത് സ്ഥാപനങ്ങളാകുന്നു, ധ്യാന സെൻറ്ററുകൾ സ്ഥാപനങ്ങളാകുന്നു. അപ്പോൾ ഇത് സംരക്ഷിക്കപ്പെടാനും വളർത്താനും ഒക്കെയുള്ള തത്രപ്പാടിനിടയിൽ ചിലപ്പോൾ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില വലിയ ഉപദ്രവമില്ലാത്ത ചില കള്ളത്തരങ്ങൾ പറയേണ്ടി വരുന്നു. അല്ല, അത് അച്ഛനീ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു ഭയം, അത് അടിസ്ഥാനപരമായി കൽപ്പന ലംഘിക്കപ്പെടുന്നു. പിന്നെ അവിടെ ഒത്തിരി പുണ്യം പ്രസംഗിച്ചിട്ട് എന്താണ് കാര്യം? അതൊരു വലിയ തിരിഞ്ഞു നോക്കേണ്ട ഒരു തലമാണല്ലേ അച്ഛൻ? കാണുന്നേ, ഈ മോറൽ ലൈഫ് സൃഷ്ടിക്കണം നമ്മൾ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതില്ലാതെ പോയത് അതിൻ്റെ അടിത്തറയില്ല, തട്ടിപ്പാണത്. നമ്മൾ ബലഹീനത നമുക്കുണ്ട്, കുറവുകളുണ്ട്, അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ധാർമ്മികമായി സാക്ഷിയാകേണ്ട ആവശ്യമുണ്ട്. കളയാൻ പറയാൻ പാടില്ല. പിള്ളേരുടെ കള്ളം പറയുന്ന ആളുകളില്ലേ, എന്നോട് പയ്യമെന്ന് എന്നോട് പറഞ്ഞ് ഓർമ്മയുണ്ട്. അവൻ അപ്പം വലിയ കരിസ്മാറ്റിക്കാരനാണ്. ഞാൻ SLC അവനോട് പറഞ്ഞു, SLC ജയിക്കുകയാണ് നിനക്ക് ഒരു പാൻസിൽ ഷർട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അന്ന് പാൻസിൽ ഷർട്ടില്ല, ഈ ഫാൻസ് ഇല്ലാത്ത സമയമാണ്. അവൻ ജയിച്ചു, നല്ല മാർക്ക് വാങ്ങിച്ചു. അപ്പം പറഞ്ഞാലെന്നറിയോ, നീ പഠിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേന്ന്. ചെയ്യാൻ പാടില്ല, പറഞ്ഞ് വാക്ക് പാലിക്കണം. അവൻ എന്നോട് പറഞ്ഞാൽ പറഞ്ഞു, ഇനി അപ്പഴേ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. വേറൊരു കുട്ടിയുടെ കാര്യം ഞാൻ പറയാം. പെൺകുട്ടിയാണ് അവൾ, 9 പഠിക്കുകയാണ്. അവൾ വീട്ടിൽ നിന്ന് മിഠായി വാങ്ങിക്കാൻ വേണ്ടി പണം മോഷ്ടിച്ചു. അവസാനം പിടിച്ചവനെ. സത്യം പറയുന്നു, സത്യം പറഞ്ഞു, ഞാൻ പിന്നെ മിഠായി വാങ്ങിച്ചാന്നു, പൈസ മോഷ്ടിച്ചാന്നു. അവളെ പിടിച്ച് തല്ലി. അവളെന്നോട് പറഞ്ഞാലെന്നറിയാമോ, ഞാൻ ഒരിക്കലും സത്യം പറയാലെന്ന് പറഞ്ഞു. ഇനി കാരണം എന്നെ തല്ലി. സത്യം പറഞ്ഞാൽ തല്ലാൻ പാടില്ല. അവളിപ്പോഴും മോഷ്ടിക്കുന്നുണ്ട്, സമ്മതിക്കില്ല അവൾ. എന്നോട് പറഞ്ഞു, ഞാൻ മോഷ്ടിക്കട്ടച്ചാ, ഞാൻ സമ്മതിക്കില്ലാന്ന് പറഞ്ഞു. കാരണം അനീതിയാണ് ആ കൊച്ചിനോട് ചെയ്തത്. സത്യം മനസ്സിലേക്ക് മോളാർ ചേരുന്ന് പറഞ്ഞ് ശാന്തമായിട്ട് പൈസ കൊടുത്താൽ മതി. അത് ചെയ്യാതെ സത്യം പറഞ്ഞ് എന്നെ പിടിച്ച് തല്ലി. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ തെറ്റാണ്. അങ്ങനെ മറ്റുള്ളവരുടെ അപ്പനമ്മയോടുള്ള വിശ്വാസം കുട്ടിക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് എല്ലാ തലങ്ങളിലും ഒരാൾ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കാനുള്ള സാധ്യത ഉണ്ടാകണം. അപ്പോൾ ചിലപ്പോൾ ലംഘിക്കേണ്ടി വരും, നമ്മൾ അറിയാതെ പറ്റുന്ന കാര്യങ്ങളാണ്. സാധാരണഗതിയിൽ വാക്കിന് വിലയുണ്ട്. അത് ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം, അത് ബോധ്യമുള്ളതായിരിക്കണം, സത്യമായിരിക്കണം. അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് പറയുമ്പോഴാണ് ഞാൻ ഈ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് കടന്നു വന്ന ആദ്യമായിട്ട് വന്ന ഒരു സാധാരണക്കാരൻ മനുഷ്യൻ ഒരിക്കലും ഒരു പരാതി എന്നോട് പറഞ്ഞത്, ആ ഏരിയയിലൊരു വലിയ ഒരു പ്രോഗ്രാം നടന്നു, ഒരു കൺവെൻഷൻ നടന്നു. അതിൽ 2300 ആൾക്കാരെ കണ്ട് പങ്കെടുത്തു. അപ്പോൾ ഈ പത്രത്തിൽ കൊടുക്കാൻ ഇവനെ കൊണ്ടാണ് എഴുതിക്കുന്നത് മാറ്റർ. അപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾ 5000 പേർ പങ്കെടുത്തു എന്ന് എഴുതിപ്പിക്കുവാണ് ഇവനെ കൊണ്ട്. അന്ന് ഇവൻ പറഞ്ഞു, ഞാനത് എഴുതില്ല എന്ന് പറഞ്ഞു. ഈ 2300 പേർ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് 5000 പേർ. അപ്പോൾ അന്ന് ഒരു ചെറുപ്പക്കാരൻ, അന്ന് അവൻ എൻ്റെ അടുക്ക വന്നൊരു വേദന പങ്കുവെച്ചത് ഞാനിപ്പോൾ ഓർക്കുവാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നത്, എന്തിനാണ് നമ്മൾ അത് കള്ളം പറയുന്നത് എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ വളരെ ആദരിക്കുന്ന ഒരാളാണ് ഈ എഴുതി കൊടുക്കുന്നത്. കരിസ്മാറ്റിക് നവീകരണത്തിൽ ഭയങ്കരമായി വളർന്നു എന്ന് അവൻ ആദരിക്കുന്ന ഒരാൾ അപ്പോൾ അവനോട് പറഞ്ഞു. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഇത് അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതൊന്നും വലിയ പാപങ്ങളല്ലെന്ന്, വിശുദ്ധിക്കുറവല്ലെന്ന് കാണുന്നുണ്ടോ? ഏതായിരിക്കും വെച്ചാൽ സംഭവിക്കുന്നത്? അറിവില്ലായ്മയിൻ്റെ അകത്തുണ്ട്. പിന്നെ കുറേ ഇങ്ങനെ സാരമില്ല അങ്ങ് പോട്ടെന്ന് വിചാരിച്ച് പോകുന്നുമുണ്ട്. അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഈശോയെപ്പറ്റി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഈശോ പിതാവിൻ്റെ ആമേനായിരുന്നു, എപ്പോഴും യേസായിരുന്നു, സത്യമായിരുന്നത്. ഇതുപോലെ നമ്മളെപ്പോഴും ദൈവത്തിന് മുമ്പിൽ ആമേനായിരിക്കണം. ഇതാണ് സത്യം. ജീവിതത്തിലും ചിന്തയിലും പ്രവൃത്തിയിലൊക്കെ ആകാൻ ശ്രമിക്കണം. നമ്മൾ വിജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ നമ്മൾ പരിശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നത്.
അങ്ങനെ ഒരു നവീകരണമാണ് ഇന്ന് നമുക്ക് വേണ്ടത്. ജൂബിലി ഘോഷിക്കും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മളെപ്പറ്റി ഒരു കപടഭക്തനെന്ന് പറയാൻ ഇടയാകരുത്. ഏറ്റവും വലിയ പാവമായിട്ട് ഞാൻ കാണുന്നത് അതാണ്, കപടഭക്തിയാണ്. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഈശോ ഏറ്റവും കൂടുതൽ വെറുത്തതും ശപിച്ചതൊക്കെ അതിനെയാണ്. അപ്പോൾ നമ്മളത് മനസ്സാക്കിയിരിക്കണം. കുറവുകളുണ്ടായത് ക്ഷമിക്കാതെ വിഷമമില്ല ജീവിതത്തിൽ. വ്യഭിചാരം ചെയ്താലും മോഷ്ടിച്ചാലും ഒക്കെ ദൈവം ക്ഷമിക്കുന്നു. കപടഭക്തരുടെ കാര്യത്തിൽ വരുമ്പോൾ അവന് മനസ്സ് വയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രശ്നം. പിന്നെ എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റുന്നത്? അല്ല, തീർച്ചയായിട്ടും അച്ഛാ, ഇത് നവീകരണത്തിൽ എല്ലായിടത്തും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അച്ഛൻ ഈ പറഞ്ഞു വരുന്നത്. ഇതിലേക്ക് നവീകരണം തിരിച്ചു പോകേണ്ടത് ഇന്നത്തെ ഏറ്റവും ആവശ്യമാണ്. നവീകരണത്തെ തിരിച്ചു കൊണ്ടുപോകേണ്ടത് വ്യക്തിപരമായി. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്, ഗൗരവമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. ധാർമ്മിക നിയമങ്ങൾ പാലിക്കണം. നവീകരണം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വ്യക്തിപരമായ വിശുദ്ധിക്കുറവ്. നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കണം എന്നാണ് ഓരോ പ്രഭാതത്തിലും യേശു നമുക്ക് നൽകുന്ന സന്ദേശം. ഈ സാക്ഷ്യം കണ്ടുവേണം മറ്റുള്ളവർ ദൈവപുത്രനെ മനസ്സിലാക്കുവാൻ. ഇത് വെറുമൊരു ശുശ്രൂഷയല്ല, ആത്മാക്കളെ നമ്മുടെ നാഥിനു വേണ്ടി നേടുന്ന യുഗാന്ത്യത്തിൻ്റെ തീവ്ര ശുശ്രൂഷയാണ്. ഈ തീവ്രത നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും നാം പുലർത്തണം. ക്രിസ്തുവിനോടുള്ള അഗാധമായ സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നാം ആ സ്നേഹത്തിൻ്റെ സാക്ഷ്യമാവുകയുള്ളൂ. നാം ക്രിസ്തുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ പരിശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. നാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ജീവിക്കുമ്പോൾ നാം സാക്ഷ്യമായി മാറുകയാണ് സംഭവിക്കുന്നത്. ഇതാണ് ഇന്ന് നമ്മിൽ നിന്നും സ്വർഗവും ആഗ്രഹിക്കുന്നത്. അനുദിന ജീവിതത്തിൽ നാം ഈശോയോട് പുലർത്തുന്ന സ്നേഹമാണ് മറ്റുള്ളവർ നമ്മിൽ നിന്നും സ്വീകരിക്കുന്നത്. ഇതാണ് നമുക്ക് സ്വീകാര്യത നൽകുന്നത്. ഇതാണ് നവീകരണത്തിൻ്റെ സ്നേഹചൈതന്യവും. അതുപോലെ അച്ഛാ, ഈ അച്ഛനറിയാവുന്ന കാര്യമാണല്ലോ, കരിസ്മാറ്റിക് നവീകരണം കൂട്ടായ്മയിലാണ്. അച്ഛൻ വളർന്ന കാര്യം അച്ഛൻ ആദ്യം ഒരിക്കൽ പറഞ്ഞു. കൂട്ടായ്മയിൽ വളർന്നു. കൂട്ടായ്മകളാണ് പറഞ്ഞത്. നമ്മളൊരു സമൂഹം രൂപപ്പെടുകയാണ് ചെയ്തത്. ആ തലങ്ങളിൽ ഇന്ന് ഒരുപക്ഷെ കാലഘട്ടം മാറിയതുകൊണ്ടാണോ എന്നറിയില്ല, അങ്ങനത്തെ ഒരു ഈ ചേർന്ന് നിന്ന് വളരുക എന്നുള്ളൊരു അതിനൊരു കുറവ് സംഭവിക്കുന്നുണ്ട് ഇന്ന്. അത് നമുക്ക് എങ്ങനെ നമുക്കൊരു വീണ്ടും ഒരു കൂട്ടായ്മയുടെ തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും? അതൊരു വ്യക്തിപരമായി ഉണ്ടാകേണ്ട ഒരു മാറ്റമാണോ? ഈശോ പറഞ്ഞ ഉത്തരം എന്നാണെന്നറിയാമോ? സ്വയം സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കും. അത്രേ ഉള്ളൂ. അങ്ങനെ കൂട്ടായ്മ വരും. ഇപ്പോൾ ഉത്തരം തള്ളിക്കളഞ്ഞാൽ പോയില്ലേ? ഞാൻ വളരുന്നത് പോലെ അവനും വളർന്നാലേ ശരിയാകത്തുള്ളൂ, എന്നാലേ ഈക്വലാകത്തുള്ളൂ. ഞാൻ വളർന്നിരിക്കണം, അവൻ വളരാൻ പാടില്ല. അല്ല, അവൻ കൊച്ചാണ്, അവന് ആവശ്യമില്ല. അങ്ങനെ തള്ളിക്കളയാൻ നമുക്ക് പാടില്ല. കൂട്ടായ്മ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ മറ്റുള്ളവരെ മനസ്സിലാക്കി നയിക്കുന്ന ലീഡർഷിപ്പ് നമുക്ക് ആവശ്യമുണ്ട്. തുല്യ പ്രാധാന്യം എല്ലാവർക്കും കൊടുക്കുന്ന പ്രാധാന്യം. അപ്പോൾ അങ്ങനെ വന്നാലേ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവരെ പരിശീലിപ്പിക്കണം. മറ്റുള്ളവർ അതുപോലെ വേണം. എനിക്ക് അറിവില്ല, ഇനി പഠിക്കണമെന്ന് വിചാരിക്കണം കൂടെ വേണേ. അല്ലെങ്കിൽ ശരിയാകുകയില്ല. എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും സമ്മതിക്കുകയില്ല. മനസ്സിലായില്ലേ? ഒരു കാര്യം പറഞ്ഞു തന്നാൽ കേൾക്കില്ല, പിന്നെ നമ്മൾ പറയാൻ പോവുകയില്ല. ഒരു മണ്ടത്തരം പറ്റിയെന്ന് വിചാരിക്കുക, അത് പറഞ്ഞാൽ സ്വീകരിക്കണ്ടേ? സമ്മതിക്കുകയില്ല. പിന്നെ ആൾ പറഞ്ഞു കൊടുക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നയാൾക്ക് എളിമ വേണം, കേൾക്കുന്നയാൾക്ക് എളിമ വേണം. ഇതിനിടയിൽ മറ്റൊരു കാര്യം, അതായത് ഈ കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ വളരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ വന്നൊരു മെയിൻ പരാതിയായിരുന്നു മാതാവിന്, കരിസ്മാറ്റിക്കാർക്ക് മാതാവിനെ എല്ലാം. പക്ഷേ അത് ആദ്യകാലങ്ങളിലെ പരാതിയായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്ന കരിസ്മാറ്റിക് നവീകരണം ഏറെ പ്രോത്സാഹിപ്പിച്ച ഒന്നാണ് ഒരു മരിയ സ്നേഹം, മരിയ ഭക്തി. അച്ഛൻ്റെ ഒരു വ്യക്തി ജീവിതത്തിൽ അമ്മയോടുള്ള, മറിയത്തോടുള്ള അച്ഛൻ്റെ ഒരു ബന്ധം. എനിക്ക് ഈ പ്രശ്നം നേരത്തെ തോന്നിയായിരുന്നു കേട്ടോ. ഏതാ എൻ്റെ ജീവിതത്തിൽ തന്നെ മാതാവിന് ഇത്രയും പ്രാധാന്യം കൊടുക്കണമെന്ന് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് പ്രാർത്ഥിക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി. അപ്പോൾ 2 കാര്യങ്ങൾ മാതാവിനെ ഈശോനെ പഠിപ്പിച്ചു. ഒന്ന്, എലിസബത്ത് പറഞ്ഞ ഒരു വാക്യമാണ്, നീ അനുഗ്രഹീതയാകും, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാകും എന്ന് പറഞ്ഞാൽ മാതാവ് ഗർഭിണിയാകുന്നതിന് മുമ്പ് അനുഗ്രഹീതയായിരുന്നു. അതെ അതെ, അതാണ് പ്രധാന പോയിന്റ്. അപ്പം മാതാവ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ
ഒരു രത്നം എടുക്കാമെന്ന് വിചാരിക്കുക. കോഹിനൂർ രത്നം തന്നെ എടുക്കുക. കോഹിനൂർ രത്നം അതൊരു ചെപ്പിൻ്റെ അകത്ത് വയ്ക്കുന്നു, അടയ്ക്കുന്നു. ആ ചെപ്പിനകത്ത് വെച്ചിട്ട് ഇതിന് വിലയുണ്ടെന്ന് ചോദിച്ചാൽ കാണുന്നില്ലാന്ന് പറഞ്ഞാൽ വിലയുണ്ടെന്ന് പറയും. ഞാൻ രക്തം മാറ്റിയിട്ട് ചെപ്പടച്ച് വെച്ചാൽ ചെപ്പിന് വില ഉണ്ടാവുമോ? ഇല്ല. സ്വർണ്ണമാണെങ്കിലോ വിലയുണ്ട്. ചെപ്പ് സ്വർണ്ണമാണെന്ന് വിചാരിക്കുക. ചെപ്പ് സ്വർണ്ണമാണെങ്കിൽ വിലയുണ്ട്. മാതാവിൻ്റെ കാര്യം അതാണ്. മാതാവ് സ്വർണ്ണമായിരുന്നു. അതിൻ്റെ അകത്തോട്ട് വെച്ച് ചെപ്പ് വെച്ച് രക്തം വെച്ചതേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. അതാ ഈ വാക്യത്തിൽ കെട്ടുന്നത്. അല്ലെങ്കിൽ മാതാവ് നീ ഗർഭിണിയായതുകൊണ്ട് അനുഗ്രഹീതെന്നല്ല പറഞ്ഞത്, നീ അനുഗ്രഹീതയാകുന്നു. അടുത്ത വാക്യമാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. മനസ്സിലായില്ലേ? വേണമെങ്കിൽ നീ അനുഗ്രഹീതയായതുകൊണ്ട് നിന്റെ ഉദരഫലം അങ്ങനെയൊന്നും എൻ്റെ വ്യാഖ്യാനമില്ല എൻ്റെ അകത്ത്. ഈശോ വേറൊരു അനുഗ്രഹം, ഉള്ളി കിടക്കുന്ന വേറെ ഒന്നാണ്. മാതാവ് അനുഗ്രഹീതയായിരുന്നു വചനം കേട്ടതുകൊണ്ട്, അത് സമ്മതിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം നീ ഗർഭിണിയായതുകൊണ്ട് നിൻ്റെ ഉള്ളിലും അനുഗ്രഹമുണ്ട്. രണ്ടാമത് തന്നെ ചിന്തിച്ച കാര്യം ഇതാണ്, കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞത്. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനല്ല ശരി ശിഷ്യനെന്നേ പറഞ്ഞിട്ടുള്ളൂ. യോഹന്നാൻ നമുക്കറിയത്തില്ലത്. ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും യേശുവിൻ്റെ അമ്മയുടെ മക്കളാണ്. ഞാൻ ശിഷ്യനായി കഴിഞ്ഞാൽ എനിക്ക് അമ്മയുണ്ടാവും. അല്ല, വെറുതെ പേര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു അമ്മ ബന്ധമുണ്ട്. അപ്പം ഈശോയുടെ ശിഷ്യൻ എപ്പോഴും അമ്മയുടെ ബന്ധമുണ്ട്. അപ്പോൾ അതിനെ അത് സ്പർശിച്ചു. യോഹന്നാൻ എന്ന വാക്ക് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം എഴുതിയോണ്ടാണെന്ന് പറയുന്നത്, പക്ഷേ ശിഷ്യനാണ് കൊടുത്തിരിക്കുന്നത്. ശിഷ്യൻ ലക്ഷണം അറിയാമല്ലോ, സ്വയം സ്നേഹിക്കുന്ന. അല്ല പിന്നെ നിങ്ങളെന്നെ ശിഷ്യരാകാൻ വേണ്ടി പരസ്പരം സ്നേഹിക്കുവാൻ ഈശോ പറഞ്ഞില്ലേ. കുരിശോട് തന്നെ ഇല്ലായിരുന്നതിന് ശിഷ്യനായിരിക്കും. പിന്നെ വാക്ക് നിങ്ങൾ നിൽക്കുമെങ്കിൽ നിങ്ങളുടെ ശിഷ്യൻ. 3 കാര്യങ്ങൾ പറയുന്നു ശിഷ്യൻ. ഈ 3 നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാതാവിൻ്റെ മക്കളായി കഴിഞ്ഞു, മാതാവിൻ്റെ അമ്മയായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ 2 ബോധന തന്നപ്പോഴേക്കും ഞാൻ പിന്നെ മാതാവിനെ പറ്റിയുള്ള എൻ്റെ സംശയം തീർന്നു. അദ്ദേഹം നമ്മൾ ഇവിടുത്തെ 2 കാര്യങ്ങളാണ് കേട്ടോ. ആ അമ്മയുടെ ഒരു സംരക്ഷണവും മാതൃ സഹായമൊക്കെ അച്ഛന് കിട്ടുന്നുണ്ട് തീർച്ചയായും. പിന്നെ ഞാൻ കൊന്തയിലുന്നതും ഈ പിടിച്ചിരുന്ന പോലെയല്ല കേട്ടോ. ഞാൻ തനിച്ച രീതിയിൽ ഒരു കൊന്ത ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായല്ലേ? പറയാം. അതിന് മാതാവിന് 12 ലക്ഷം മുടിയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് അതിന് 3 അനുഭവമേ ഉള്ളൂ കേട്ടോ, 10 ഇല്ല. 12 ഉള്ളതുകൊണ്ട് ഏകദേശം ഈ സമയത്തിന് തീരത്തുള്ളൂ. സ്വർഗസ്ഥനാവ് ചെല്ലുന്നു, പിന്നെ മാതാവിൻ്റെ അമലോത്ഭവം ഓർക്കുന്നു, പിന്നെ മാതാവ് പിന്നെ വചനം സ്വീകരിക്കുന്നു, പിന്നെ മാതാവ് പിന്നെ യേശുവിനെ സഹായിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു 12 അവസാനം വരും മാതാവ് സ്വർഗാരോഹണം ചെയ്യുന്നു. അവിടെ അത്ര എല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ രഹസ്യത്തിനകത്ത് പ്രത്യേകത എല്ലായിടത്തും മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ്. സാറിന് വന്നേക്കാതെ അതില്ല. ഉദാഹരണമായിട്ട് പിന്നെ ഗസ്യന്തോടത്തിൽ പ്രാർത്ഥിക്കുന്നിടത്ത് മാതാവില്ല. പക്ഷെ അത് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കുഞ്ഞിലെ തന്നെ പഠിച്ചു വന്നതാണ്. ഞാൻ പഠിച്ചിരുന്ന സെമിനാരി പഠിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനെ തനിച്ച് ചെല്ലുമായിരുന്നേ. ഇത് അച്ഛൻ്റെ ഒരു സ്വന്തം കണ്ടുപിടുത്തോ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ അടുപ്പം വരും. നമ്മൾ മറ്റേ ചെല്ലി പോവുകയുള്ളൂ. അപ്പം ഞാൻ എൻ്റെ രീതി കണ്ടു കഴിയുമ്പോൾ അതിന് ഓരോ രീതിയിൽ അതിന് അർത്ഥം കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം ഉദാഹരണമായിട്ട് മാതാവിൻ്റെ അമലോത്ഭവത്തിൽ ചിന്തിക്കുമ്പോൾ ഭാവിയില ജീവിക്കാനുള്ള നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്ഥി കർത്താവ് അല്ല പരിശുദ്ധ മറിയമ്മയെ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഭാവിയില ജീവിക്കാനുള്ള എനിക്ക് തന്നെ തമ്പുരാൻ്റെ വിഷയം. അപ്പോൾ അവിടെ ഇച്ചിരി കൂടി ചേർക്കുന്നുണ്ട്. ധരിച്ചു ചെല്ലുമ്പോഴേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഒരു അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റേ കൊന്തയ്ക്ക് എതിരൊന്നുമില്ല. പൊതുവായിട്ട് ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ചെല്ലും കേട്ടോ. ഞാൻ തനിച്ച് ചെല്ലുമ്പോഴെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാൻ ശ്രമിച്ചത്. ആ അമ്മ ബന്ധത്തിൻ്റെ ഒരു ആഴത്തിൽ നിന്നുണ്ടാകും എടുക്കാമെന്ന് പറയുന്നത്. കളത്തിലച്ഛൻ തൻ്റെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് പുലർത്തുന്ന സ്നേഹവും വിശ്വസ്തതയുമാണ് അച്ഛൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ കരുത്തെന്ന് നാം മനസ്സിലാക്കുക. മറിയത്തോടൊപ്പം സഞ്ചരിക്കുന്ന മക്കൾക്ക് മറിയം എന്നും സഹായമാണ്, നിത്യമായ സഹായം. നവീകരണ സമൂഹം എന്നും ചേർന്നിരിക്കേണ്ടത് അമ്മയുടെ ചാരയാണെന്ന് ജോർജ് അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അച്ഛാ, അതുപോലെ തന്നെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ മറ്റൊരു ധന്യത ഈ കാലം അത്രയും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന മനുഷ്യരെ കരിസ്മാറ്റിക് നവീകരണം, പക്ഷേ കരിസ്മാറ്റിക് നവീകരണം വരുന്നതിനൊക്കെ മുമ്പ് അത്രയൊന്നും ആളുകൾ അങ്ങനെ, പക്ഷേ നവീകരണം വന്നതിന് ശേഷം കുർബാന ഭക്തിയോടെ അർപ്പിക്കുക മാത്രമല്ല പിന്നീട് അത് അനുസരിച്ച് ജീവിക്കുക, അങ്ങനെയുള്ള ഒരു ആധ്യാത്മികത രൂപപ്പെട്ടു. അച്ഛൻ്റെ ജീവിതത്തിൽ ഈ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് അച്ഛൻ അതിനു മുൻപ് അച്ഛൻ വൈദികനാണ്, അച്ഛൻ ബലി അർപ്പിക്കുന്നയാളാണ്. പക്ഷേ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്നപ്പോൾ അച്ഛൻ്റെ ഒരു ബലിയർപ്പണ അല്ലെങ്കിൽ ബലി ജീവിതം അല്ലെങ്കിൽ ബലിയർപ്പണം, അവിടെ കരിസ്മാറ്റിക് നവീകരണം എങ്ങനെയാണ് സ്വാധീനിച്ചത്? ഞാൻ ഈ ബലിയർപ്പണത്തെ പറ്റി ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ.
ഈശോയോട് സംസാരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ചാച്ചൻ ചിത്തപ്പുഴ ഹോസ്പിറ്റലിൽ രോഗിയായിട്ട് കിടക്കുകയാണ്. എൻ്റെ അനിയന്മാരെല്ലാം അവിടെ കൂടുതലുണ്ട്. ഞാനിങ്ങനെ രാവിലെ വന്നിട്ട് ചാപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഇവിടുത്തെ ചെത്തിപ്പുഴ ചാപ്പിൽ എന്ന് പറയുമ്പോൾ കട്ടണിട്ടുണ്ട്. കട്ടൺ ഇവിടെയൊക്കെ ഇല്ലല്ലോ, ഇവിടെയൊക്കെ ഇല്ല. അവിടെ ഞാൻ അൽത്താര മധുവ കട്ടൺ വിരിയിട്ടു. അപ്പം ഞാനിങ്ങനെ പുറത്തുനിന്ന് സംസാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. പെട്ടെന്നൊരു സ്വരം കേട്ട് ഞാൻ ബുധനാഴ്ച, ഞാൻ തിങ്കളാഴ്ച പ്രാർത്ഥിക്കുന്നത്, ബുധനാഴ്ച എന്നോട് ഞാൻ സംസാരിക്കും. ഇത്രയും ഞാൻ കേട്ടു. ഈ തോന്നലാന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പിന്നെ ആരെങ്കിലും ഉണ്ട്, ഞാൻ അവിടെ പോയി അതിൻ്റെ അകത്തൊന്നും ആരുമില്ല. മധുവയിലൊക്കെ കയറി നോക്കി, അവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ബുധനാഴ്ച സംസാരിക്കുമല്ലോ, കാത്തിരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ചൊവ്വാഴ്ച വന്ന് പ്രാർത്ഥിച്ചിട്ട് വേറെ അനുഭവം ഉണ്ടായില്ല. ബുധനാഴ്ച ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേറെ സ്വരം കേട്ടിട്ടുണ്ട്, ചാച്ചൻ മരിക്കാൻ പോകണം, അമ്മയെ വിളിച്ച് കാണിക്കണം, വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ചാച്ചൻ മരിക്കാൻ പോവുകയാണ്. അവിടെ പിന്നെ ഞാൻ നോക്കി അതിൻ്റെ അകത്ത് അങ്ങനെ ആരും ഉണ്ടോന്നു. അപ്പോൾ പള്ളിക്കകത്ത് ആരുമില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനിയന്മാരോട് വന്നിട്ട് പറഞ്ഞു അച്ചാച്ചൻ മരിക്കാൻ പോകുന്നു. ഡോക്ടറോട് എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇല്ല അച്ഛൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയാൻ മരിക്കാൻ പോകുന്നുള്ളൂ, കാരണം 2 സന്ദസാക്ഷ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഡോക്ടറോട് തന്നെ പറഞ്ഞു, ഡോക്ടറെ റുഗിലേവനം കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ഇപ്പം ആവശ്യമില്ലാന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കട്ടെ, ഞാൻ നിർബന്ധിച്ച് കൊടുത്തോളാം. ഞാൻ സിസ്റ്റേഴ്സിനെ വിളിച്ചു, റുഗിലേവനം കൊടുത്തു. ബുധനാഴ്ച വൈകുന്നേരം എൻ്റെ അനിയൻ പോയി അമ്മയെ അമ്മ വീട്ടിലാണ്, അമ്മയെ കൊണ്ടുവന്നു. വ്യാഴാഴ്ച രാവിലെ അമ്മ വന്ന് ചാച്ചനെ കണ്ടു. വ്യാഴാഴ്ച രാത്രി 10:40 ചാച്ചൻ മരിച്ചു. അപ്പോൾ കുർബാന ഈശോയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ഈശോയോട് സംസാരിച്ചത്. അതേപോലെ ചിലർക്ക് കുർബാനയെപ്പറ്റി പറയുമ്പോൾ പറയാറുണ്ട്. പിന്നെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് പറ്റി. കുർബാന ചെല്ലുമ്പോഴാണെങ്കിൽ അല്ലാത്തവന് ഞാൻ പിന്നെ 1 കൊറിന്ത്യർ 11 കുർബാനയെപ്പറ്റി പൗലോസ്ലീഹ പറയുന്നത് ഏറ്റവും പഴക്കമുള്ള ഭാഗമാണത്. ഞങ്ങൾ ചിന്തിക്കുകയും ഞാൻ കുർബാനയെപ്പറ്റി പറയുമ്പോൾ അത് വിശദീകരിക്കുക ഞാൻ പലപ്പോഴും ആദിമസഭയുടെ വിശ്വാസം എന്താണെന്നുള്ളത്. മനസ്സിലായില്ലേ? എനിക്കതുപോലെ ഇഷ്ടമാണ്. പിന്നെ നമ്മളറിയില്ല, നമ്മുടെ വിശ്വാസം അടിസ്ഥാനപ്പെടുന്ന അപ്പസ്തലന്മാരുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് ഈശോ അപ്പോൾ എടുത്ത് ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അവരത് വിശ്വസിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അപ്പസ്തലന്മാർ വിശ്വസിച്ചു ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞപ്പോൾ. അവർക്കരുത് മാറുമെന്നുള്ള കാര്യം. എങ്ങനെ മാറാൻ പറ്റി? ഈശോയുടെ ആദ്യത്തെ അത്ഭുതം വെള്ളം വീഞ്ഞാക്കി ആദ്യം കാണിച്ചു കൊടുത്തു, അപ്പം വർദ്ധിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അവസാനത്തെ വലിയ അത്ഭുതം എന്തായിരുന്നു? ചീഞ്ഞളഞ്ഞ ലാസറിനെ ആ ഈശോയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആവും. വീഞ്ഞെടുത്തതുപോലെ തന്നെ അത് പാരമ്പര്യമായിട്ട് സഭയിൽ കിടക്കുന്ന കാര്യമാണ്. ഇത് ചെയ്യാൻ ആജ്ഞയും കൊടുത്തു. അതുകൊണ്ട് ഒരിക്കലും കുർബാന മുടക്കാൻ പറ്റില്ല. ആദിമസഭയിൽ നമുക്കറിയാലോ, റോമിലൊക്കെ പിന്നെ മതവർദ്ധനം നടന്ന സമയത്ത് ആളുകൾ ഭൂമി തുറന്നിട്ട് കുർബാന അർപ്പിച്ചിരുന്നു. റഷ്യയിലുമൊക്കെ കുർബാന അർപ്പിച്ചിരുന്നു. കാരണം അത് 2ാമത്തെ വരെ ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ നവീകരണത്തിൻ്റെ വലിയൊരു കാര്യം ഞാൻ പറയുന്നതാണ്. കുർബാനയുടെ ഭക്തി വർദ്ധിച്ചു, കൂടുതൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കുർബാനയുടെ സാന്നിധ്യം, ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ഇത്രയൊന്നും ആരാധിക്കലായിരുന്നു. ഇപ്പോൾ ആളുകൾ പിന്നെ പല പള്ളികളിലും ഇപ്പം പിന്നെ ഈ 24 മണിക്കൂർ നിത്യാരാധനയൊക്കെ വെക്കുന്നുണ്ട്. പലയിടത്തും സെൻട്രൽ പലയിടത്തുമുണ്ട്. ആളുകൾ വന്ന് ആരാധിക്കുന്നു, അനുഭവങ്ങൾ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കുർബാനയുടെ പ്രാധാന്യം വളരെയധികം വളർന്നിട്ടുണ്ട്, സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ജീവിക്കൂടെ വേണമെന്നുള്ളതാണ്. പങ്കുവെച്ച് ജീവിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കുർബാനയുടെ ഒരു കൾച്ചറുണ്ട്. അപ്പോൾ പറയുന്ന പോലെ ജോൺ വള്ളണ്ടാമ പറയുന്നതാണ്, കുർബാനയുടെ ഒക്കെ സംസ്കാരം നമുക്കുണ്ടായിരിക്കണം. പങ്കുവയ്ക്കുക, മുറിയപ്പെടുക, പിന്നെ സ്നേഹിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ നമ്മുടെ കൈസ്ഥിതി മാറും എന്നുള്ളതാണ്. കാരണം കുർബാനയുടെ അടുത്ത് ജീവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും മോശം ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിൽ വെച്ചാൽ അച്ഛൻ്റെ ഈ ഒരു പ്രത്യേകിച്ച് ഈ എപ്പിസോഡിൽ അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് ഏറെ നൊമ്പരത്തോടെയും എനിക്ക് തോന്നുന്നൊരു പ്രവാചക ശബ്ദത്തോടെയാണ് അച്ഛൻ സംസാരിച്ചത്. അല്ല, ഉറപ്പായിട്ട് തീർച്ചയായിട്ടും അത് ഈ കാലഘട്ടത്തിൽ അച്ഛനെപ്പോലെ നവീകരണത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ പറയേണ്ട കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. കരിസ്മാറ്റിക് നവീകരണം ഒത്തിരി തിരിച്ചു പോകേണ്ടതുണ്ട്. അതിൻ്റെ ആദി നൈർമല്യത്തിലേക്ക് കരിസ്മാറ്റിക് നവീകരണത്തിലെ വ്യക്തിയും കൂട്ടായ്മകളും ഒക്കെ തിരിച്ചു പോകേണ്ടതുണ്ട്. അച്ഛൻ്റെ ഈ വലിയ വാക്കുകൾ കരിസ്മാറ്റിക് നവീകരണത്തിൽ പ്രാവർത്തികമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഒപ്പം അച്ഛൻ്റെ ഈ അവസാനം പറഞ്ഞ ദിവ്യകാരുണ്യ അനുഭവവും അതുപോലെ അമ്മയോടൊത്തുള്ള അച്ഛൻ്റെ ജീവിതമൊക്കെ തീർച്ചയായിട്ടും ഇതെല്ലാം കരിസ്മാറ്റിക് നവീകരണത്തിൽ വളരെ ഫലപ്രദമായിട്ട് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അച്ഛൻ കഴിഞ്ഞ 4 എപ്പിസോഡുകളിലൂടെയും കരിസ്മാറ്റിക് നവീകരണത്തിലെ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ വളരെ തുറന്ന് ഒരു മറയുമില്ലാതെ അച്ഛൻ സംസാരിച്ചു. ഒപ്പം ഞങ്ങളെ കരിസ്മാറ്റിക് നവീകരണത്തിലുള്ള അനേകരെ അച്ഛൻ വെല്ലുവിളിക്കുന്നുണ്ട് ഈശോയിലേക്ക് വളരാൻ. എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ശാലോം പ്രേക്ഷകരുടെ പേരിൽ ബഹുമാനപ്പെട്ട കളത്തിലച്ഛന് നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി കേട്ടോ, ഇങ്ങനെ അവസാനം തന്നതിന്.
ശാലോമിനും പിന്നെ ഇതിൻ്റെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ, ദിവ്യകാരുണ്യ ഭക്തിയുടെ സൗന്ദര്യമാണ് ഈ പുരോഹിതൻ നുകരുന്നത്. നാം ഏറ്റെടുത്തിരിക്കുന്നത് വെറുമൊരു ദൗത്യമല്ല, ഇത് സ്വർഗത്തിൻ്റെ മഹനീയമായ പദ്ധതിയാകുന്നു. നവീകരണ സമൂഹത്തിലെ ഓരോ വ്യക്തിയും അതിലേക്ക് വ്യക്തിപരമായി വിളിച്ചു ചേർക്കപ്പെട്ടവരാകുന്നു. ഇത് ഒരു പുതപ്പ് പോലെ അഭിഷേകമായി അവരോട് കൂടെയുണ്ട്. തളർന്നുപോയവർക്ക് ഊന്നുവടിയായി ഈ അഭിഷേകം മാറുന്നു. ഇവയെല്ലാം ചേരുമ്പോൾ പുതിയ കാലഘട്ടം പിറക്കുന്നു. തലയറക്കുവാൻ തെരുവിൽ നിരയായി നിർത്തുമ്പോഴും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ വിശ്വാസധീരതയുടെ അഭിഷേകം.